ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവണ ഒരു പനീർ ബട്ടർ മസാലയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു 2 ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-12 നട്ട്സും കൂടി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് 2 പഴുത്ത തക്കാളി, ചെറിയ 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് പനീറിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും ഉണങ്ങിയ ഉലുവയുടെ ഇലയും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കട്ടിയുള്ള ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളപ്പിക്കരുത്, തീ ഓഫ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയാണേ.